മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ 2 നമ്പർ ക്രിമറ്റോറിയത്തിൽ MT എരിഞ്ഞു തീരുമ്പോൾ പതിറ്റാണ്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച അക്ഷരത്തിൻ്റെ സമ്പത്ത് അത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ കൂടുതൽ പ്രഭയോടെ നമുക്ക് മുന്നിലുള്ള കാലത്തേക്കുണ്ടാകും എന്നത് ഏറ്റവും വലിയ ആശ്വാസമാണ് മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക്. കെ മധു നമുക്കൊപ്പം തുടരുന്നുണ്ട്. മധു, ആ ഒരു വലിയ യുഗം അവസാനിക്കുന്നു. പക്ഷേ മധു എന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ എഴുത്തുകാരൻ എന്ന നിലയിലെ പുതിയൊരു MTയെ നമ്മൾ ഇനി കാണാനിരിക്കുകയാണ്, പുതിയ വായനകളിലേക്ക് കടക്കാനിരിക്കുകയാണ്. തീർച്ചയായും ദിവിഷ്, അത് അങ്ങനെ തന്നെ നമുക്ക് കാണാം. കാരണം MT വാസുദേവൻ നായർ കടന്നു പോകുന്ന കാലം 5 പുരുഷായുസ്സുകളെ പ്രചോദിപ്പിച്ചു എന്ന് നമ്മൾ പറയുന്നതിനപ്പുറത്ത് ആ ഓരോ കാലഘട്ടത്തിലും സമൂഹം മാറിയതെങ്ങനെ, അത് ഈ സമൂഹത്തിലെ മനുഷ്യൻ മാറിയതെങ്ങനെ, നമ്മുടെ പ്രകൃതി മാറിയതെങ്ങനെ, പുതിയ തലമുറ കടന്നു പോകുന്നത് എങ്ങോട്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സമഗ്രമായി മാറ്റം സംഭവിച്ച 10, 100, 120 കൊല്ലങ്ങളുടെ ചരിത്രമാണ് MT വാസുദേവൻ നായർ എഴുതി വെച്ചത്. ആ ഘട്ടത്തിൽ അത് ഓർക്കുമ്പോഴാണ് MT വാസുദേവൻ നായർ എന്ന ഇതിഹാസ തുല്യനായ എഴുത്തുകാരൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മായുന്നത് ഏറെ ദുഃഖഭരിതമാകുന്നത്. കാരണം ഓർത്തു നോക്കൂ, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം ഇന്ത്യ സ്വാതന്ത്ര്യ MT പിറക്കുന്ന കാലത്ത് ഉപ്പു സത്യാഗ്രഹം കഴിഞ്ഞിട്ടേയുള്ളൂ, ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞിട്ടേയുള്ളൂ, ക്ഷേത്രപ്രവേശന വിളംബരം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൊക്കെ 54-ൽ പക്ഷേ MT 24-ാം വയസ്സിൽ 57-ൽ 56-57-ൽ MT 4 കെട്ട് എഴുതുന്ന ഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ അന്ന് ഏറ്റവും വലിയ സ്വപ്നം കണ്ട ഗാന്ധിയൻ സ്വപ്നങ്ങളുടെ പ്രത്യാശാനഷ്ടം MTയുടെ തലമുറയ്ക്ക് ഉണ്ടാകുന്നു. ആ തലമുറയുടെ അതിന്റെ വിമോചന സ്വപ്നങ്ങൾ MTയുടെ തലമുറയെ മുന്നോട്ട് നയിക്കുന്നു. പക്ഷെ അതിനിടയിൽ 4 കെട്ടുകൾ തകരുന്നത്, നാടുവാഴിത്തം ഉടഞ്ഞു വീഴുന്നത് ഒക്കെ ഈ MTയുടെ കഥാപാത്രങ്ങളിലൂടെ കേരളത്തിന്റെ ചരിത്രമായി പിറന്നു വീഴുന്നു. ആ സേതുവിലേക്ക് എത്തുമ്പോൾ, അസുരവിത്തിലേക്കും കാലത്തിലേക്കും ഒക്കെ എത്തുമ്പോൾ MT എന്ന എഴുത്തുകാരൻ സൃഷ്ടിച്ച സമൂഹത്തിന് സംഭവിക്കുന്ന മാറ്റം MT തുടങ്ങിയിടത്തു നിന്ന് വലിയ വലിയ വ്യത്യാസമാണ്. അതും കഴിഞ്ഞ് വാരാണസിയുടെ മോക്ഷപ്രാർത്ഥനകളും കഴിഞ്ഞ് ഷെർലക്കിലേക്ക് MT എത്തുമ്പോൾ ഒരു വിമാനത്താവളത്തിന്റെ 27 കവാടങ്ങൾക്കും അപ്പുറത്ത് ഇനി തന്റെ യാത്രാ കവാടം എവിടെ എന്ന് അന്വേഷിച്ച് അലയുന്ന ഒരു കഥാപാത്രത്തെ, സ്വപ്നത്തിലെങ്കിലും അലയുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ആ കഥയിൽ കാണാനാകും. ആ 27 നക്ഷത്രങ്ങൾക്കും അപ്പുറത്ത് തന്റെ ഭാഗ്യ നക്ഷത്രമേത്, തന്നെ രക്ഷിക്കാനുള്ള നക്ഷത്രമേത് എന്ന വിധത്തിലൊക്കെ ആ കഥയെ വായിച്ചെടുക്കാം. പക്ഷെ അവിടെയും ഏകാഗി എന്ന ഒറ്റവാക്കിന് അപ്പുറത്ത്, ആ ഏകാന്തത എന്ന ഒറ്റവാക്കിന് അപ്പുറത്ത് അത് സമൂഹത്തിന്റെ അവസര സമത്വമില്ലായ്മകളുടെ, സമൂഹത്തിന്റെ അധികാര പ്രയോഗങ്ങളുടെ ഒക്കെ നിസ്സാരതയെ പ്രകടിപ്പിക്കുന്ന ഏകാന്തത കൂടിയാണ്. ആ ഘട്ടത്തിലാണ് മനുഷ്യന്റെ സങ്കടങ്ങൾക്കുമീതെ MT പെയ്തിറങ്ങുന്നത്. കെ മധുവാണ് നമ്മളോട് സംസാരിക്കുന്നത്.